പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. നമുക്കൊരു സെന്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് അറിയണം. സെന്റൻസ് എന്താണോ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരു സെന്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ തിരിച്ചറിയുക? തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് നോക്കൂ, ഈ പറയുന്ന വേർഡുകൾ ഉണ്ടെങ്കിൽ, ഇനി പറയുന്ന വാക്കുകൾ ഉണ്ടായിരുന്നാൽ ആ സെന്റൻസ് നെഗറ്റീവായിരിക്കും. അതായത് നോക്കൂ, നൺ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ നോ വൺ എന്ന ഒരു വേർഡ്, നണ്ണ്, നോ വൺ. നത്തിങ് എന്ന് പറയുന്ന ഒരു വേർഡ്, എന്താ? നത്തിങ്, നണ്ണ്, നോ വൺ, നത്തിങ്. പിന്നെന്താ? നോവെയർ എന്ന ഒരു വേർഡ്, നോവെയർ. വേറെന്താ? ഹാർഡ്ലി എന്ന ഒരു വേർഡ്, ഹാർഡ്ലി. ഇനി ഏതാ? സ്കേഴ്സ്ലി എന്ന ഒരു വേർഡ്, സ്കേഴ്സ്ലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി. ഇനി എന്താണ്? സെൽഡം എന്ന ഒരു വേർഡ്, സെൽഡം, സെൽഡം. പിന്നെന്താ? നെവർ എന്ന ഒരു വേർഡ്, നെവർ. ഇനി ഏതാ? ഫ്യൂ എന്ന വേർഡ്. വേറെ ഏതാ? ലിറ്റിൽ എന്ന വേർഡ്. ഇനി ഏതാ? നോട്ട് എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ നണ്ണ്, നോ വൺ, നത്തിങ്, നോവെയർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, പിന്നെ ഏതാ? നോട്ട്, നെവർ, ഫ്യൂ, ലിറ്റിൽ. ഇവയൊക്കെ ഒരു സെന്റൻസിൽ ഉണ്ടായിരുന്നാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആകും. കണ്ടെത്താൻ എളുപ്പമാർഗമാണ് അല്ലേ? ഏത് ക്ലാസ്സിലുള്ളവർക്ക് അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ? ശരിയല്ലേ? നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാവൂ, അത് പഠിക്കാനും പാടുള്ളൂ. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ 1 മാർക്ക് നമുക്ക് നേടാനായി സാധിക്കും. പറഞ്ഞ് മനസ്സിലായി? ക്വസ്റ്റ്യൻ ടാഗിലെ 1 മാർക്ക് നേടാൻ എന്ത് പഠിക്കുക? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുക. ഇനി ടാഗ് നമുക്ക് നിർമ്മിക്കുന്നതിന് ഓക്സിലറി വെർബ് നമുക്ക് ആവശ്യമാണ്. ഓക്സിലറി വെർബ് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാമായിരിക്കും. ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വെയർ കേട്ടിട്ടുണ്ടല്ലോ. ആം, ഈസ്, ആർ, വാസ്, വെയർ അല്ലേ? പിന്നെന്താ? ഹാസ്, ഹാവ്, ഹാഡ് കേട്ടിട്ടുണ്ടല്ലോ. ഡു, ഡസ്, ഡിഡ് കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ പോകുന്ന 24 ഓക്സിലറി വെർബുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതൊക്കെയാ? ഞാൻ പറയാം. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, ഡെയർ, യൂസ്ഡ്, നീഡ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇത്രയും ഓക്സിലറി വെർബുകൾ എവിടെ ഉണ്ട്? നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ ഓക്സിലറി വെർബുകൾ നമുക്ക് ആവശ്യമാണ് ടാഗ് നിർമ്മിക്കുന്നതിന്. പറഞ്ഞ് മനസ്സിലായി? ഇനി ടാഗ് നിർമ്മിക്കുമ്പോൾ അറിയേണ്ട മറ്റൊരു കാര്യം, ടാഗിൽ സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യണം. ടാഗിൽ എന്ത് റിപ്പീറ്റ് ചെയ്യണം? സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യണം. സബ്ജക്റ്റ് എന്ന് പറയുന്ന പ്രോനൗൺ ആയിരിക്കണം എന്നതാണ്. എന്തായിരിക്കണം? പ്രോനൗൺ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ടാഗ് നിർമ്മിക്കുന്നതിനുള്ള ഇൻട്രൊഡക്ഷനായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കേട്ടല്ലോ? അപ്പൊ എല്ലാവരും ഈ ക്ലാസ് എന്ത് ചെയ്യുക? കേൾക്കുക, കാണുക, ശ്രവിക്കുക, പഠിക്കുക നന്നായിട്ട്. ഇംഗ്ലീഷ് വിത്ത് SK എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ്? ഇംഗ്ലീഷ് വിത്ത് SK, ഇംഗ്ലീഷ് വിത്ത് SK എന്ന ഈ ചാനൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടല്ലോ? എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി.